ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ ജഡം. കോതമംഗലം ഊന്നുകൽ സ്വദേശി ഫാദർ മാത്യൂസ് ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടുടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പുറകിലെ വർക്കേരിയയുടെ ഗ്രില്ല് തകർന്നു കിടക്കുന്നത് കണ്ട് ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ദുർഗന്ധം വമിക്കുന്നത് കണ്ട് ഫാദർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിവരങ്ങളും സമയബന്ധിതമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വീട്ടുടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് പറഞ്ഞു. ഞാനും എൻ്റെ കൂടെയുള്ള ഡ്രൈവറും കൂടെ 18-ാം തീയതി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഈ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തൊടുപുഴയ്ക്ക് പോകുന്നത്. തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ യാതൊരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ ഒരു കാര്യങ്ങളിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരിക. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കൂടെ മെയിൻ്റനൻസ് വർക്കുകാർ എന്ന് പറയുമ്പോൾ ഇലക്ട്രീഷ്യൻകാരുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റിങ് അടിക്കാനുള്ളതുണ്ട്, എൻ്റെ സുവിശേഷകരായ എൻ്റെ കൂടെ ദീപക്ക്, അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കണ്ട കാഴ്ച, ഞാൻ ഔട്ട് ഹൗസിൻ്റെ അങ്ങേ ഭാഗത്ത് താഴ് തകർത്തിട്ടിരിക്കുന്നതായി കാണുവാണ്. അത് 20-ാം തീയതി ഏതാണ്ട് ഒരു 4:30 കൂടിയാണ് ഞാൻ കാണുന്നത്. 4:45 കൂടിയാണ് കാണുന്നത്. അവിടെ താഴ് തകർത്തിട്ടിരിക്കുന്നത് കണ്ടു. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അല്പം ബ്ലഡ് പോലെ എനിക്ക് തോന്നി, അവിടെ കിടക്കുന്ന പോലെ തോന്നി. ഞാൻ വേറെ ഒന്നും പഠിച്ചില്ല. അതിൻ്റെ പൂർണ്ണമായ രൂപം സ്റ്റേഷനിൽ പറയുകയും ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വിളിച്ച് ഫ്രണ്ട് മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല് എനിക്ക് തോന്നി. ആ സ്മെല്ല് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വന്ന് അതിൻ്റെ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. കൂതാശ ചെയ്ത ശേഷം പിന്നെ ഇത് മേളിൽ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയോ ഞാൻ താമസിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വന്നത്. അപ്പോൾ മെയിൻ്റനൻസ് പണി പൂർത്തീകരിക്കാൻ വൈകിയത് ഇത് ഇങ്ങനെ ഒരു ഹോട്ടലിൻ്റെ സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര താമസം ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.